ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം പൂർത്തീകരിച്ച് തന്നതിനായി നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി. ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത്? ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. ലെസ് കോണ്ടാക്റ്റ്, നോ കോണ്ടാക്റ്റ്, എക്സ്ട്രാ മാരിറ്റൽ അഫയർ, നോ കോണ്ടാക്റ്റ്. ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. സ്നേഹമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇത് റെസനേറ്റ് ആകില്ല. ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്: ഫയർ എനർജി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ചിങ്ങം, ധനു. എയർ എലിമെൻറ്റ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്. മിഥുനം, തുലാം, കുംഭം. എർത്ത് എനർജി വന്നിട്ടുണ്ട്: ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇടവം, കന്നി, മകരം. വാട്ടർ എലിമെൻറ്റ്: ക്യാൻസർ, സ്കോർപ്പിയസ്, സ്പൈസീസ്. കർക്കിടകം, വൃശ്ചികം, മീനം. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു ഗ്രോത്ത് ആണ് കാണുന്നത്. എന്ത് ഗ്രോത്താണെന്ന് നോക്കാം. എന്തോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവസാനിച്ചു എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾക്ക്, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അത് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. റീബർത്താണ് വന്നിരിക്കുന്നത്. കുറച്ച് നാളായി നിങ്ങളുടെ പേഴ്സൺ നേരിട്ടുകൊണ്ടിരുന്ന കുറച്ച് ബേർഡൻ, കുറച്ച് ഭാരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ചിലപ്പം അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അതല്ല എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് വിചാരിച്ചിരുന്ന കാര്യം അതിന് മുന്നോട്ട് നടക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് സമയം അനുകൂലമായിരിക്കുന്നു. എല്ലാത്തിനും ഒരു ന്യൂ ബിഗിനിങ് ആണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. വീണ്ടും ഇവിടെ ഒരു പോസിബിലിറ്റിയാണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ സ്റ്റാർട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതുവരെയും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എല്ലാം അവസാനിച്ചു എന്ന് വിധി എഴുതിയ കാര്യം ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. കുറച്ച് നാളായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലോട്ട് കടന്നു പോയിരിക്കുന്നതായിരിക്കും. എല്ലാവരും പറഞ്ഞു ഇനി ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകില്ല, ഇത് അവസാനിച്ചു, ഇനി അത് നോക്കണ്ട എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പോലും ആ ഒരു കാര്യത്തിൽ പോയി എന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും എല്ലാം വിശ്വസിച്ചിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു പോസിബിൾ കാണുന്നുണ്ട്. ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇപ്പോൾ ഈ ഒരു സമയം നടക്കാൻ പോകുന്നത്. ഈ ഒരു റീഡിങ് കാണുന്ന സമയം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നതായിരിക്കും. ഓക്കെ, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കഴിയുകയുള്ളൂ. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ മറ്റൊരു യാതൊന്നിനെക്കുറിച്ചും ഒരു വിചാരങ്ങളുമില്ല. ഇപ്പോൾ ഫുള്ള് നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് അവർ മാപ്പ് ചോദിക്കുന്നതായിട്ടുള്ള സമയമാണ് ഇപ്പോൾ കാണുന്നത്. അവരുടെ പഴയ മനുഷ്യനെ എന്ന് വെച്ചാൽ നിങ്ങളോടൊപ്പം വേദനിപ്പിച്ചിരുന്നതായിട്ടുള്ള വ്യക്തിയെ അവർ നശിപ്പിച്ചുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ പാസ്റ്റിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നർ വോയിസ് അവരോട്ട് സംസാരിക്കുകയാണ്. അവർ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും അവർക്ക് മനസ്സിലാക്കി അവരിപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. അവർക്ക് ഭയമാണ്. അവർക്കിപ്പോൾ ഒരുപാട് കർമ്മകൾ അവർ നേരിട്ടതായിട്ട് കാണാം. ഓക്കെ, ഈ ഒരു സമയത്തിന് മുന്നേ അവർ ഒരു വലിയ കർമ്മ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഭയവും അവർക്കുണ്ട്. നിങ്ങളെ ചതിച്ചതിനും വഞ്ചിച്ചതിനും യൂണിവേഴ്സിൽ നിന്നും അവർക്ക് പ്രഹരം നേരിട്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ചെറിയ മെഡിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. നിങ്ങളില്ലാതെ അവർക്കൊന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് അവർ
കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് അവിടെ 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ബ്രേക്ക് ത്രൂ ആണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവസാനിപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ എല്ലാവർക്കും റെസിനേറ്റ് ആകത്തില്ല. ഇതിപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി കുറച്ച് നാളായിട്ട് നിങ്ങളുടെ റിലേഷനെ തകർത്തുകൊണ്ട് ചില തേർഡ് പാർട്ടികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ ബ്രേക്ക് ത്രൂ വന്നിരിക്കുന്നത്. പുതിയതായിട്ട് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ വ്യക്തികൾക്കല്ല, ചില കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ അനുഭവിച്ച് കഴിഞ്ഞവർക്ക് സിറ്റുവേഷൻ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ ഒരു പുതിയ സ്റ്റാർട്ടിങ്, ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതൊരു ജഡ്ജിമെൻറ്റിൻ്റെ കാർഡ് കൂടിയാണ്. ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഓക്കെ, മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്കോ ഒരു സാമ്പത്തിക അനുഗ്രഹം കടന്നു വരാൻ പോകുന്നു. ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ യാതൊരു ആക്ഷനും എടുത്തിട്ടില്ല എങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ സ്റ്റാർട്ടിങ് അവരാഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ആക്ഷൻ എടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കും. 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. വളരെ സ്പീഡിന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ മൂണിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികളുടെ ഉപദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് ഉപദേശിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട്സുകളായിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷനെ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ചിലപ്പം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളും കാണും, മോശമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളും കാണും. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പഴയ കാര്യങ്ങൾ, നിങ്ങൾ കൊടുത്ത സ്നേഹത്തെ എല്ലാം, ഇവിടെ ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ കൊടുത്ത സ്നേഹത്തെ എല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഓർക്കുന്നുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹമായിരുന്നു നിങ്ങൾ കൊടുത്തതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. നിങ്ങളെ അവർ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങളെന്നുള്ള വ്യക്തിക്ക് ഒരുപാട് പ്രയോറിറ്റി അവർ നൽകുന്നുണ്ട്. ഓക്കെ, ലൈഫിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും കടന്ന് പോകുന്നതിന് അവർ തയ്യാറാകുകയാണ്. ജീവിതത്തിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെന്നും നിങ്ങളെ രണ്ടുപേരെയും രണ്ടാക്കി നിർത്തിയിരുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നെന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും ഒരറിവും ഇല്ല. ഒരു ഔട്ട്സൈഡറെ പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു സമയം എന്തുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഇവിടെ ഒരു ടിൻ ഫ്ലെയിമിനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും ഒരു ടിൻ ഫ്ലെയിം ജേണിയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെന്നുള്ളൊരു വ്യക്തി നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് തന്നെയാണ് ജനിച്ചിരിക്കുന്നതെന്ന് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. ഇതുവരെയും നിങ്ങൾക്ക് തരാതിരുന്ന സ്നേഹവും കാര്യങ്ങളുമെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നുണ്ട്. ഒരു റീബർത്താണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻ അവസാനിച്ചു എന്ന്, ഇവിടെയും റീബർത്താണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻ അവസാനിച്ചു എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ആ വിശ്വാസത്തെ മാറ്റി എഴുതിക്കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷന് ഒരു റീബർത്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. ഇനി നിങ്ങളെ വേദനിപ്പിക്കില്ല, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സ്നേഹവും കെയറും കാര്യങ്ങളും എല്ലാം നൽകി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് യൂണിവേഴ്സിനോട്. ഓക്കെ, നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്, അവരുടെ ട്വിൻ ഫ്ലെയിം ആണ് നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? കിങ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? ഈ ഒരു സിറ്റുവേഷനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ,
ടവറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും അവസാനിപ്പിക്കുകയാണ്. എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ തയ്യാറാകുന്നു. അവർ ഓവർ തിങ്കുകളും ചാടി പുറപ്പെട്ടു പോവുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? തേർഡ് പാർട്ടി സിറ്റുവേഷനിലെല്ലാം ഇവിടെ കത്തിയെരിഞ്ഞ് പോവുകയാണ്. ഓവർ തിങ്കിങ് ഉണ്ടോ? ഓവർ തിങ്കിങ് എല്ലാം കത്തിയെരിഞ്ഞ് പോവുകയാണ്. യൂണിവേഴ്സിൽ നിന്നാണ് ഈ ഒരു മിന്നൽ വന്നിരിക്കുന്നത്. ഈ ടവറിനെ നശിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഡബിൾ എനർജിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരികയാണ്. ഇതുവരെയും നിങ്ങളെക്കുറിച്ച് ചില ഡബിൾ എനർജികൾ നിങ്ങളുടെ പേഴ്സൻ്റെ ബുദ്ധിയെ എല്ലാം, ഹാർട്ട് ചക്ര, തോട്ട് ചക്ര എല്ലാം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്താൽ, യൂണിവേഴ്സിൽ നിന്ന് പതിക്കുന്നതായ മിന്നലുകളാൽ എല്ലാ ഡബിൾ എനർജിയും നശിച്ചു പോയിരിക്കുന്നു. ഉടൻ തന്നെ ഈ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലുള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതലും എഫക്റ്റ് ആകുന്നത്. നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളുടെ ലൈഫിലേക്ക് ഒരു കോണ്ടാക്റ്റ് വരുന്നതായിരിക്കും. ഈ റീഡിങ് കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട് അത് പ്രവർത്തിച്ച് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിത് കണ്ടു തുടങ്ങുന്ന സമയം മുതൽ അതിനുള്ള ശക്തി പ്രവർത്തിച്ച് തുടങ്ങുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ ലൈഫിലേക്ക് അഫർമേഷനായിട്ട് എടുത്തുകൊള്ളുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ ഓവറോൾ എനർജി ഏസ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ്. ഓഫർ തരാൻ പോകുന്നു, ഗ്രോത്ത് വരുന്നു. നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ് വരാൻ പോകുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഈ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഒരിക്കലും വരാൻ സാധ്യതയില്ല എന്ന് പറയുന്ന വ്യക്തികളുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, ഇത് അതുപോലെ അഫർമേഷൻ ചെയ്യുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുവാനുള്ള ശക്തി നിങ്ങളുടെ അഫർമേഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ മാത്രമാണ് ഒരു വ്യത്യാസം സംഭവിക്കുന്നത്. ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നവർക്ക് എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസവും കടന്നു പോകും. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ പ്രതി, പേഴ്സൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂവേഴ്സ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 3 ഓഫ് കപ്പാണ്. നിങ്ങൾ ചില ഉല്ലാസയാത്രകൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾ പുറത്തു പോകുന്നതിനും സന്തോഷിക്കുന്നതിനും ചില പാർട്ടികളിൽ ഏർപ്പെടുന്നതിനുമൊക്കെ നിങ്ങൾ തയ്യാറാകുകയാണ്. സിറ്റുവേഷനിൽ ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ ലൈഫിൽ ചില ആഘോഷങ്ങൾ, സെലിബ്രേഷനുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്ന വ്യക്തികൾ മാത്രം എടുക്കുക. നിങ്ങളുടെ മനസ്സിലെ വിചാരങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ചതിക്കുന്നു എന്നുള്ളൊരു വിചാരം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. എന്തുകൊണ്ടാണ് പേഴ്സൺ കോൾ ചെയ്യാത്തത്? മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഈ റിലേഷൻ ശരിയായ ദിശയിൽ കൂടിയാണോ നടക്കുന്നത്? കാരണം ഈ ഒരു വ്യക്തി അതിൻ്റെ ആ വാള് പിടിച്ചിരിക്കുന്നത് മോശമായ സൈഡിലോട്ടാണ്. അത് പിടിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് മുറിവ് അനുഭവപ്പെടുന്നുണ്ട്. മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജിയിൽ എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ഓക്കെ, ചില ബൗണ്ടറികൾ നിങ്ങളും തിരിച്ച് ബൗണ്ടറികൾ സെറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ചില വ്യക്തികൾക്ക് റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവരെ വിട്ടുകളയുക. ഓക്കെ, നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ അവരുടെ പിറകെ ചെല്ലുന്നില്ല. കോള്, മെസ്സേജ് ഒക്കെ നിങ്ങളും ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ പേഴ്സൺ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലാസ്റ്റ് സീന് ഒന്നും കാണാതിരിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്തു വയ്ക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങളും ബ്ലോക്ക് മാറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. നിങ്ങളുടെ മാനസിക സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പം എങ്ങനെയാണ് പോകുന്നത്, റിലേഷൻ എങ്ങനെയാണ് പോകുന്നത്, അതുവഴി മുന്നോട്ട് പോകാൻ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ചില ജോലികളിൽ ഒക്കെ ഏർപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾ ബിസി ആകുകയാണ്. ബിസി ആകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മയിൽ നിന്നും മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോലിയിലേക്ക് ചില ജോലികൾ, ചില
കുഞ്ഞു കുഞ്ഞു ജോലികളായിരിക്കും, ചില ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ജോലികളായിരിക്കും, ചില തയ്യലുകളായിരിക്കും, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മയിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഹെർമിറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ നിങ്ങളെ വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. എപ്പോഴും നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുമിച്ചിരുന്ന നിമിഷങ്ങൾ മാറി മാറി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ മാത്രമാണ്, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസം മാത്രമാണ് മുന്നോട്ട് ഓരോ സ്റ്റെപ്പും വെക്കുന്നതിന്, ഓരോ ദിവസവും തള്ളി നീക്കുന്നതിന് കാരണമാകുന്നത്. ഇതുപോലെയുള്ള റീഡിങ്ങുകളിൽ പറയുന്നതായിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണ് നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ പണം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് കൊടുത്തു എന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സമയം എല്ലാം സമയം മെസ്സേജ് കോളുകളെല്ലാം ഇപ്പോഴും തേർഡ് പാർട്ടിയുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ സ്പെൻഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് ഇനി സെക്സ് റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം നിങ്ങളുടെ ഇമാജിനേഷനാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന ശബ്ദങ്ങളാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് നിങ്ങൾക്ക് പ്രൂഫ് ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ പറഞ്ഞ്, എല്ലാവർക്കും റെസൊനേറ്റ് ആകത്തില്ല, മറ്റുള്ള വ്യക്തികൾ പറഞ്ഞു പോലും നിങ്ങൾക്ക് ഒരറിവുമില്ല. നിങ്ങൾ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ കൊണ്ട് നിങ്ങൾ ഇതിനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അഫർമേഷനായി തീരും. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഒരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങളെ, നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളെ അഫർമേഷൻ ചെയ്ത് ഇല്ലാത്ത സെക്സ് റിലേഷൻ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. ചില വ്യക്തികൾ അങ്ങനെയാണ്. ഓൾറെഡി പേഴ്സണിന് തേർഡ് പാർട്ടിയുമായിട്ട് സെക്സ് റിലേഷൻ ഇല്ലെങ്കിൽ പോലും അതിരുന്ന് ഇമാജിൻ ചെയ്ത് അങ്ങനെയാണെന്ന് പറഞ്ഞ് 24 മണിക്കൂറും മനസ്സിൽ ചിന്തിച്ച് അവരുടെ മനസ്സിൽ അഫർമേഷൻ വർക്കൗട്ട് ആവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ ചിന്തയിൽ ഇങ്ങനെ ശബ്ദത്തിൽ തന്നെ പറയണം, എൻ്റെ മനസ്സിൽ കൂടി കടന്നു വന്നിരിക്കുന്ന ഈ അനാവശ്യ ചിന്തകളെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ചില സമയങ്ങളിൽ അങ്ങനെ കയറി വന്നിരുന്നാൽ തന്നെയും ശബ്ദമുയർത്തി നിങ്ങളിത് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. നിങ്ങളിപ്പോൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. ചില വ്യക്തികൾ ഈ ദേശം വിട്ട് തന്നെ പോകാൻ തീരുമാനിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മകളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് വളരെ വേദനയോടുകൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹവും ആ കെയറിങ്ങും ഇല്ലാത്തതിൻ്റെ വിഷമം, നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതായിട്ട് കാണുന്നു. ഒരു യാത്രയാണ് കാണുന്നത്. ഒരു പക്ഷേ കടൽ കടന്നു പോകുന്നതായിട്ട് ഇവിടെ കാണുന്നു. ഓക്കെ, ഒരുപാട് വേദനയോടുകൂടിയാണ് പോകുന്നത്. ഒരിക്കലും സന്തോഷത്തോടെ അല്ല പോകുന്നത്. ആ വള്ളത്തിൽ പോകുന്ന പെൺകുട്ടിയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരുപാട് ഓവർ തിങ്കിങ്ങും ഒരുപാട് വിഷമത്തോടു കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ദൈവത്തിൽ മാത്രമാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഇപ്പം ഒരു ബാലൻസിങ് ഇല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾക്കിപ്പം മാനസികമായിട്ട് ഒരു ബാലൻസിങ് ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ കടന്നു പോകുന്നത്. 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നീതി ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വാസത്തോടുകൂടി, എന്നായിരുന്നാലും എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തന്നെ വരും, എനിക്ക് നീതി ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഒരു സമയത്ത് എല്ലാം കലങ്ങി തെളിഞ്ഞ് ഒരു ന്യൂ ബിഗിനിങ്, ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരും, ഒരു വിജയം നിങ്ങളുടെ ലൈഫിലേക്ക് വരും, കവിഞ്ഞൊഴുകുന്നതായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു കുട്ടികളെ പോലെ അല്ലെങ്കിൽ ഒരു ഫോളിഷ് പോലെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഇപ്പോൾ നിങ്ങൾ പക്വതയോടുകൂടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്.
ഒരു വർക്കിംഗ് വുമണിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്തതാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ കഠിനാധ്വാനവും ഉറച്ച മനസ്സും കൊണ്ട് നേടിയെടുത്തതാണ്. ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും ഒരു കുടുംബത്തെ മുൻനിർത്തി കൊണ്ടുപോകുന്നത്. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും നിങ്ങൾ. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മറ്റുള്ളവരോട് ഒരുപാട് കരുണയുള്ള വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഒരു ബ്യൂട്ടീഷ്യൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. വളരെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്. കളറിങ് ചെയ്ത വ്യക്തിയെ കാണിക്കുന്നുണ്ട്. ഇവിടെ ടാറ്റു ചെയ്ത വ്യക്തിയെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ദേഹത്ത് അങ്ങനെ ടാറ്റു ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് ടാറ്റു ചെയ്തിട്ടുണ്ടായിരിക്കാം. വൈറ്റ് കളർ കൂടുതലായിട്ട് കാണുന്നുണ്ട്. വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന, ഒരുപാടും വൈറ്റ് കളർ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. സാമ്പത്തികം, നിങ്ങളിലേക്ക് പണം കടന്നു വരികയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് മറ്റുള്ള വ്യക്തികൾക്ക് ദാനം ചെയ്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ എപ്പോഴും നിങ്ങൾക്ക് മനസ്സലിവുള്ള വ്യക്തിയാണെങ്കിൽ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നു. നിങ്ങൾ എന്തൊക്കെയാണോ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്തത്, ഇപ്പം യൂണിവേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ വേണ്ടി യൂണിവേഴ്സ് തയ്യാറായി നിൽക്കുന്നു. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഒരു പ്രശ്നം വന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെല്ലാം സഹായിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ കാണുവാൻ ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തക്ക സമയത്ത് ആളിനെ ഇറക്കുവാൻ തക്കവണ്ണം ശക്തനായ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ടെമ്പറൻസ് വന്നിരിക്കുന്നത്? നിങ്ങളിപ്പം ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹമങ്ങളെല്ലാം, നിങ്ങളുടെ കണ്ണുനീരെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഏത് വ്യക്തിയാണോ നിങ്ങളെ ജീവിതത്തെ തകർത്തത്, അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മത്സരിച്ച വ്യക്തി ആരാ എന്ന് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും ശരി തന്നെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ കഴുത്തറുത്ത വ്യക്തികളെ നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കിയിരിക്കുന്നു. സംഭവിക്കാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരും. പ്രപ്പോസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട്. ചില വ്യക്തികളുടെ ലൈഫിൽ ഒരു വിവാഹം നടക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടു കൂടി ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ലഭിക്കുന്നു. ചില കാര്യങ്ങൾ വരുന്നതിന് മുമ്പേ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുതരുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്പ് വീണ്ടും വന്നിരിക്കുന്നത്? ഒരു കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട് ഇവിടെ. ആ വ്യക്തികൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് കൂടുതലായിട്ട് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാൻ പോകുന്നു. നിങ്ങൾ കുറേ നാളായിട്ട് ഒരു വിഷയത്തിൻ്റെ മേലിൽ കുറേ നാളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഒരു പ്രാർത്ഥന പൂർത്തിയാകാൻ പോകുന്നു. നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ട് നിങ്ങൾ കുറേ നാളായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ആ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ടവർ കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇനി ഒന്നിനു വേണ്ടിയിട്ടും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് ഇനി ഒരു കാത്തിരിപ്പ് വേണ്ട, വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. ഓക്കെ, സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയുള്ളൂ. നിങ്ങൾ കാരണം നിങ്ങളുടെ പേഴ്സണും എന്ന് പറയുന്നത് മിററിങ് ആണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ചെയ്യുന്നത്. നിങ്ങളെ സ്നേഹിച്ചാൽ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചാൽ പേഴ്സൺ സ്വന്തമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കും, നിങ്ങളിലേക്ക് കടന്നു വരത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അപ്പം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി വരും. ഓക്കെ, കണ്ണാടിയെ നോക്കി നിങ്ങൾ പറയുക നിങ്ങൾ ഏറ്റവും വലിയ സുന്ദരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുക, സുന്ദരനാണെന്നും സുന്ദരിയാണെന്നും. അപ്പോൾ അതുപോലെ നിങ്ങളുടെ പേഴ്സണും തോന്നും നിങ്ങൾ
എല്ലാവരെക്കാളും സുന്ദരനും സുന്ദരിയാണെന്ന് നിങ്ങളുടെ പേഴ്സണും ആ ഒരു ഫീലിംഗ് അവിടെ കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരട്ടെ. നമുക്ക് ക്ലൂസുകളും കൂടി നോക്കാം. എല്ലാ രാശികളും വന്നിട്ടുണ്ട്, ക്ലൂസുകളും കൂടി നോക്കാം. ഡ്രൈവർ, ഹോസ്പിറ്റൽ, GAB. ഓക്കെ, GAB. പട്ടാളം, മീനമ്പലം, മുംബൈ, കൊല്ലം, L എന്ന് പറയുന്ന ലെറ്റർ, മകം 9 നമ്പർ, RT, പാലക്കാട്, H എന്ന് പറയുന്ന ലെറ്റർ, M എന്ന് പറയുന്ന ലെറ്റർ, മേലൂർ. കോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കോൾ വരും. ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് കോൾ വരുന്നതായിരിക്കും. ഓക്കെ, കാസർഗോഡ്, ട്വിൻ ഫ്ലെയിം, ഇൻസ്റ്റഗ്രാം, MABEd, F24, പൂരിട്ടാതി, മ്യൂസിക് പഠിക്കുന്ന വ്യക്തിയായിരിക്കാം. 21, 31, 22, UAE, RJP, N എന്ന് പറയുന്ന ലെറ്റർ, R, മലപ്പുറം, UAE, നയൻതാര ഫാൻസ് ആയിരിക്കാം. D എന്ന് പറയുന്ന ലെറ്റർ, 1968, വട്ടകര, 5058, FH. ഫോൺ നമ്പർ ലാസ്റ്റ് 2, ഇടവണ്ണ, ലോങ് ഹെയർ, അയൽവാസി, ഫ്ലാറ്റ്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, 2030, 2019, ക്യാഷുമായിട്ട് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരിക്കാം. BCR, കോഴിക്കോട്, ഏലത്തൂർ. റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ആലപ്പുഴ, എറണാകുളം, T എന്ന് പറയുന്ന ലെറ്റർ, ഇടവം. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായി തീരട്ടെ. നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് അത് പൂർണ്ണമായി തീരട്ടെ. ഓക്കെ, താങ്ക് യു.